ഒടുവിൽ പുളിക്കണ്ടത്തിന്റെ പരിപ്പ് ജോസിന്റെ അടുപ്പിൽ വെന്തില്ല. ആദ്യമേ പറഞ്ഞത് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാൻ. ആവുന്ന മണി 58 പുളിക്കണ്ടം പണിതു. പക്ഷെ ഫലം സ്വാഹ. 18ാമത്തെ അടവായിരുന്നു വല്യേട്ടനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഭരണപിന്തുണ ഉറപ്പാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ജോസ് കെ മാണി ആ അപകടം തിരിച്ചറിഞ്ഞു പുളിക്കണ്ടത്തിന് തക്ക തിരിച്ചടി നൽകി ആ ആഗ്രഹം മുളയിലെ നുള്ളുകയും ചെയ്തു. UDF അധികാരത്തിൽ വന്നാൽ ഒരു മുനിസിപ്പൽ ചെയർമാനായിരിക്കും 5 വർഷവുമെന്ന് പറഞ്ഞു നടന്ന UDFകാർ അത് വിഴുങ്ങി. പോരാത്തതിന് UDFന്റെ സ്ഥാനാർത്ഥിക്ക് റിബലായി മത്സരിച്ച മുൻ കോൺഗ്രസ്സുകാരി മായ രാഹുലിനെയും കോൺഗ്രസിന് ചുമക്കേണ്ടി വന്നു. അതായത് കോൺഗ്രസിന് മൊത്തത്തിൽ ഛർദ്ദിച്ചത് മൊത്തം ഭക്ഷിക്കേണ്ടി വന്നു. ആ നിലയിലെത്തി കോൺഗ്രസ്. അന്ധമായ പുത്രസ്നേഹം. ആ പുത്രസ്നേഹം കൊണ്ട് കുരുക്ഷേത്രത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ച ധൃതരാഷ്ട്രയെ പോലെ മാണി വിരോധത്താൽ അന്ധരായവരെല്ലാവരും കൂടി BJPക്ക് വോട്ട് ചെയ്തവനെ വരെ സ്വതന്ത്ര വേഷത്തിൽ ചുമക്കുവാൻ തയ്യാറായി. കാലം പോയപ്പോ ഓക്കെ. അങ്ങനെ കോൺഗ്രസ് UDF കൗൺസിലർമാരെ മൊത്തത്തിൽ പുളിക്കണ്ടം വിലയ്ക്കങ്ങ് വാങ്ങി. ഒരു തരത്തിൽ പറഞ്ഞാൽ, അതായത് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ, അവരെല്ലാം 3G ആയി, ശശിയായി, ഗോപിയായി. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുവാൻ വേണ്ടി സ്വന്തം വോട്ട് തൃശ്ശൂർക്ക് മാറ്റുകയും കോൺഗ്രസിന്റെ പ്രധാന നേതാവായ K മുരളീധരനെ അവിടെ ദയനീയമായി തോൽപ്പിക്കുകയും വീണ്ടും തിരികെ പാലായിൽ വന്ന് വോട്ട് ചേർത്ത് മുനിസിപ്പൽ കൗൺസിലർ ആവുകയും ചെയ്ത നടപടി കോൺഗ്രസ് അംഗീകരിച്ചു. ഇത്രയേ ഉള്ളൂ കോൺഗ്രസ്. ജോസ് കെ മാണിയെ തങ്ങളുടെ വരുതിയിൽ നിർത്തി മൂക്കുകൊണ്ട് എഴുതാക്കാമെന്ന് കരുതിയതാണ്. അതെന്തായാലും മാണി ഗ്രൂപ്പ് മൗനവ്രതത്തിലൂടെ പൊളിച്ചങ്ങടുക്കി. അവസാന നിമിഷം വരെ പുളിക്കണ്ടത്തിന് പൂർണ്ണ പ്രതീക്ഷ നൽകി 3 ദിവസം ജോസിന്റെ പിന്നാലെ നടത്തിച്ചത് ജോസിന്റെ ഒരു മധുര പ്രതികാരമായിരുന്നു. ഇടതുമുന്നണിയുമായി ചർച്ചയെന്ന് പ്രചരിപ്പിച്ച് UDFൽ വിലപേശാനാണ് പുളിക്കണ്ടം പ്രദേശ് ആദ്യം ശ്രമം നടത്തിയത്. പാൽപ്പായസം ഉണ്ടാക്കി വായിൽ കോരിയഴിച്ചു കൊടുത്താലും പുളിക്കണ്ടം ഒരിക്കലും ജോസിനെ അംഗീകരിക്കില്ലെന്ന കാര്യം പകൽ വെളിച്ചം പോലെ ജോസിനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം മുതൽ പുളിക്കണ്ടത്തെയും അയാളെ പിന്താങ്ങുന്നവരെയും മൗനമായി പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ജോസും കൂട്ടരും സ്വീകരിച്ചത്. ഭാഗ്യശക്തികളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ശക്തമായ നിലപാടെടുക്കുവാൻ സാധിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. സാധാരണ അങ്ങനെ ഉണ്ടാവുന്നതല്ല. പക്ഷെ ഇവിടെ അത് വിജയിച്ചു. ഇനി പുളിക്കണ്ടവും കൂട്ടരും പറഞ്ഞു നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ജോസും കൂട്ടരും പിന്തുണയുമായി ഞങ്ങളുടെ പിറകെ നടന്നിട്ട് ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു എന്നായിരിക്കും. ഒരു സംശയമില്ല, അത് പറഞ്ഞു കഴിഞ്ഞു. ആദ്യമേ തന്നെ സാധ്യമല്ലെന്ന് പറഞ്ഞ് അവരുടെ ആഗ്രഹം മുളയിലെ നുള്ളിയിരുന്നുവെങ്കിലും ജോസ് പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ തെക്ക് വടക്ക് ഓടിക്കുകയായിരുന്നു. പുളിക്കണ്ടം മരണവെപ്രാളം കൊണ്ട് ഓടുന്ന ഓട്ടം കണ്ട് ഗ്യാലറിയിൽ ഇരുന്ന് രസിക്കുകയായിരുന്നു ജോസ് കെ മാണി. പഴയ ജോസ് കെ മാണി അല്ല, ഇപ്പോഴത്തെ ജോസ് കെ മാണി. ഒടുവിൽ ജോസ് നയം വ്യക്തമാക്കി. ഇത്രയൊക്കെ കളി കളിച്ചിട്ടും ജോസിനെ തന്റെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖമാണ് ഇപ്പോൾ പുളിക്കണ്ടത്തെ അലട്ടുന്നത്. പ്രലോഭനങ്ങൾ പല രൂപത്തിൽ വന്നിട്ടും വഴങ്ങാതിരുന്നത് ജോസിന്റെ മെടുക്കു മാത്രമാണ്. പണ്ട് വേടന്റെ വലയിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തിയ എലിയുടെ കഥ ആരോ പറഞ്ഞു കൊടുത്തുവെന്നാണ് തോന്നുന്നത്. പുളിക്കണ്ടം ജോസിനെ ഉന്നം വെച്ച് വലയെറിഞ്ഞ് കളിച്ചപ്പോൾ ജോസ് കൃത്യമായി കാര്യം പറഞ്ഞു. മൂഷികൻ ഞാനൊരു മൂഷികൻ, ഇപ്പോൾ പൂശകൻ നീ ഒരു പൂശകൻ തന്നെ.